നമ്മൾ ഈ കിച്ചൻ്റെ കബേർഡിൻ്റെ ഉള്ളിലെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലുള്ളത് എടുത്തിട്ട് ബാക്കിലുള്ളത് എടുക്കാൻ വേണ്ടി നോക്കൂലേ. അപ്പോൾ അതിന് പകരം നമുക്ക് ഇതേപോലത്തെ ഒരു റോളിംഗ് ആയിട്ടുള്ളൊരു ട്രേ വാങ്ങിച്ചാൽ നമുക്കിങ്ങനെ കറക്കി കറക്കി കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പോകും. ഓയിലും വിനാഗിരി, അതുപോലെ തന്നെ നമ്മുടെ സ്പ്രേ ബോട്ടിൽ, ഇതൊക്കെ നമുക്ക് എപ്പോഴും ഡെയിലി യൂസ് അല്ലാണ്ട് കബേർഡിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കറക്കി കറക്കി നമുക്ക് ആവശ്യമുള്ളത് പിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ചെറിയ എന്തോ ഒരു വിലയേ ഉള്ളൂ. ആമസോണിൽ കൂടെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഷവർമയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മയോണൈസ് ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ മയോണൈസിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓയിലും അതുപോലെ തന്നെ പാലും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ നല്ല കട്ടിയായിട്ട് കിട്ടുവേ. അതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ളൊരു പരുവത്തിന് കിട്ടും. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഷവർമയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള പച്ചക്കറികൾ എടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഇടുന്നത് ക്യാബേജാണ്. അപ്പം ഞാൻ ക്യാബേജ് അരിഞ്ഞെടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മയോണൈസിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ കഴിക്കുവാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതുപോലത്തെ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ പെപ്പറും അതുപോലെ തന്നെ കുറച്ച് തൈരും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലിൽ ഓയിൽ സ്പ്രേ ചെയ്തിട്ട് തിരിച്ച് മറിച്ചിട്ട് എയർ ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഷവർമയുടെ ബേസ് ഉണ്ടല്ലോ അത് വാങ്ങിച്ച് എന്നിട്ട് നമ്മളുടെ ഈ ക്യാബേജും ഈ ചിക്കനും എല്ലാം കൂടി ഉള്ളൊരു മിക്സ് ഉണ്ടല്ലോ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ അവന് വിശന്നിട്ട് അവൻ ആദ്യം തന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. അതും സവോളയും എല്ലാം കൂടി എടുത്ത് അവൻ ആദ്യം അവൻ്റേത് സെറ്റ് ചെയ്ത് അവൻ കഴിച്ചേ. പിന്നെ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും പിന്നെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷമാണ് ഇതെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഫ്രഷായി വന്നതിന് ശേഷം ബാക്കിയുള്ള സംഗതികളും കൂടെ ചെയ്ത് ആദ്യം കുറച്ച് ക്യാബേജ് നമ്മളിതാ അരിഞ്ഞിട്ടു, സവോള ഇട്ടു, പിന്നെ നമ്മളുടെ നേരത്തെ മയോണൈസ് ഉണ്ടാക്കി വെച്ചില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത്. അപ്പം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. ഉപ്പിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ഇട്ടേക്കുന്നതുകൊണ്ടും അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഷവർമയുടെ ബേസിലേക്ക് ആദ്യം കുറച്ച് മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ചിക്കൻ്റെ ഒക്കെ ആ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ അങ്ങ് നന്നായിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ബീട്രൂട്ടും അതൊക്കെ ഉപ്പിലിട്ടത് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ ഫ്രഞ്ച് ഫ്രൈസാണ് വെച്ച് കൊടുത്തത്. എന്നിട്ട് അങ്ങനെ ചുരുട്ടി റോളാക്കി കഴിച്ചോളാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.